കൂട്ടം തെറ്റിപ്പോയി ഒറ്റപ്പെട്ടാലും തേടി വരുന്നൊരു കർത്താവാണ് നമ്മുടെ ദൈവം. കൂട്ടം തെറ്റി ആടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. കൂട്ടം തെറ്റിയാൽ അത് ഒറ്റപ്പെടും. ഒന്നിന്റെ പുറകെ ഒന്ന് അനുഗമിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു മൃഗമാണ് ആട്. അത് വളർത്തിയവർക്കും വളർത്തുന്നവർക്കും അറിയാം. പക്ഷെ ഇതൊന്ന് കൂട്ടം തെറ്റിപ്പോയാൽ കടന്നല വിളിച്ച് ഏതേലും വഴിയിലേക്ക് ചെന്ന് പെട്ടോ വലിയ അപകടത്തിന് സാധ്യതയുണ്ട്. സ്വർഗീയ മഹിമകളെയെല്ലാം വെടിഞ്ഞു. ഈ കർത്താവിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കൂട്ടം തെറ്റിപ്പോയാലും തേടി വരുന്നൊരിടയൻ, തെറ്റിപ്പോയാലും നമ്മളെ തേടി വരുന്നൊരിടയൻ. ഉറ്റവരും ഉടയവരും തെറ്റിപ്പോയാൽ ആ പോട്ടെ, കുഴപ്പമില്ല, പോകുന്നിടത്തോളം പോട്ടെ, എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയും. പക്ഷെ ഈ ഇടയൻ കൂട്ടം തെറ്റിപ്പോയ ഒരുവനെ അന്വേഷിച്ചിറങ്ങി വന്നു. സ്തോത്രം. എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട്, കർത്താവേ, നിന്നെ എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും? കൂട്ടം തെറ്റിപ്പോയി ഒറ്റപ്പെട്ടാലും തേടി വരുന്നൊരു കർത്താവാണ് നമ്മുടെ ദൈവം. കൂട്ടം തെറ്റി ആടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. കൂട്ടം തെറ്റിയാൽ അത് ഒറ്റപ്പെടും. ഒന്നിന്റെ പുറകെ ഒന്ന് അനുഗമിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു മൃഗമാണ് ആട്. അത് വളർത്തിയവർക്കും വളർത്തുന്നവർക്കും അറിയാം. പക്ഷെ ഇതൊന്ന് കൂട്ടം തെറ്റിപ്പോയാൽ കടന്നല വിളിച്ച് ഏതേലും വഴിയിലേക്ക് ചെന്ന് പെട്ടോ വലിയ അപകടത്തിന് സാധ്യതയുണ്ട്. പക്ഷേ നല്ല ഇടയനായിരിക്കുന്ന ഈ കർത്താവ് കൂട്ടം തെറ്റിപ്പോയവരെയും അന്വേഷിച്ച് തേടി വന്ന, അതിനെ കണ്ടു കിട്ടുന്നത് വരെ അന്വേഷിച്ച് അതിനെ കണ്ടെത്തിയ ആ ആടിനെ എടുത്ത് തോളിലിട്ട് കൂട്ടത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന ഒരു ഇടയൻ ഇന്ന് പകൽ നമ്മുടെ നടുവിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. യെസ്. ഏതൊക്കെയോ ഭവനങ്ങൾക്കകത്തുനിന്ന് ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയ ചിലതിന് ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് സ്വർഗത്തിലെ ദൈവം അന്വേഷിച്ചു കൊണ്ടുവരുന്ന നാളുകൾ അതിവിദൂരമല്ലെന്ന്. അവന്റെ പ്രവൃത്തി അതിഭയങ്കരമാണ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവും ആകുന്നു. രക്ഷകനായ ദൈവം,